ഫഹദ് ഫാസിലിന് ശേഷം അടുത്ത രംഗണ്ണനായി മോഹൻലാൽ അവതരിക്കുമോ എന്ന ആകാംക്ഷയിലും ആവേശത്തിലുമാണ് ഇപ്പോൾ മലയാള സിനിമ ആരാധകർ. മോഹൻലാലും ജിത്തു മാധവനും ആദ്യമായി ഒന്നിക്കാൻ പോകുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാലും ജിത്തു മാധവനും ഇതാദ്യമായി ഒരുമിക്കുന്നു. ആക്ഷൻ കോമഡി എന്റർടൈനറായി ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം മാർച്ചിൽ ആരംഭിക്കും. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് നിർമ്മാണം. രോമാഞ്ചം, ആവേശം എന്നീ ബ്ലോക്ക് ബസ്റ്ററിനു ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. യുവ സംവിധായകരിൽ ശ്രദ്ധേയനായ ജിത്തു മാധവനും മോഹൻലാലും ആദ്യമായി ഒരുമിക്കുന്ന ചിത്രം വൻ പ്രതീക്ഷ നൽകുന്നു. ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അണിയറ പ്രവർത്തകർ ഉടൻ പ്രഖ്യാപിക്കും. എമ്പുരാൻ പൂർത്തിയാക്കിയ മോഹൻലാൽ സത്യനന്ദിക്കാടിന്റെ ചിത്രത്തിൽ ഉടൻ ജോയിൻ ചെയ്യും. ഈ ചിത്രത്തിൽ മോഹൻലാൽ കഥാപാത്രത്തിന് താടി ഉണ്ടാകില്ല. മോഹൻലാലും സത്യനന്ദിക്കാടും ഒരുമിക്കുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ ഐശ്വര്യലക്ഷ്മിയാണ് നായിക. സംഗീത് പ്രതാപ് എന്നിവരാണ് മറ്റു താരങ്ങൾ. ഇതാദ്യമായാണ് സത്യനന്ദിക്കാട് ചിത്രത്തിൽ ഐശ്വര്യലക്ഷ്മിയും സംഗീതയും അഭിനയിക്കുന്നത്. സത്യനന്ദിക്കാടിന്റെ കഥയ്ക്ക് ടി പി സോനു തിരക്കഥയും സംഭാഷണവും എഴുതുന്നു. പൂനെയും കൊച്ചിയുമാണ് ലൊക്കേഷനുകൾ. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ഹൃദയപൂർവ്വം നിർമ്മിക്കുന്നത്. ഹൃദയപൂർവ്വം പൂർത്തിയാക്കിയ ശേഷം മോഹൻലാൽ മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്യും. ചിത്രത്തിന്റെ ശ്രീലങ്കയിലെ ആദ്യ ഷെഡ്യൂളിൽ മോഹൻലാൽ പങ്കെടുത്തിരുന്നു. മഹേഷ് നാരായണന്റെ ചിത്രത്തിന്റെ തുടർ ചിത്രീകരണത്തിലും മോഹൻലാൽ കഥാപാത്രത്തിന് താടി ഉണ്ടാകില്ല. മഹേഷ് നാരായണൻ ചിത്രം പൂർത്തിയാക്കിയ ശേഷം മോഹൻലാൽ ജിത്തു മാധവൻ ചിത്രത്തിലാണ് അഭിനയിക്കുക. പുതുവർഷത്തിൽ വമ്പൻ പ്രോജക്റ്റുകളാണ് മോഹൻലാലിൻ്റെതായി ഒരുങ്ങുന്നത്. മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ് ഡിസംബർ 25-ന് റിലീസ് ചെയ്യും. ജനുവരി റിലീസായി മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം തുടരും എത്തും. ആഗസ്റ്റിൽ ഓണം റിലീസായി ഹൃദയപൂർവ്വം തിയേറ്ററിൽ എത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ 2025 മോഹൻലാലിന്റെ നിരവധി ചിത്രങ്ങളായിരിക്കും റിലീസിനെത്തുന്നത്. നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വരാനിരിക്കുന്ന മോഹൻലാൽ ചിത്രം ഏതാണെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലെയുള്ള നിരവധി വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് ചാനൽ കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.